റഷ്യക്കെതിരായ യുക്രൈന്റെ ചെറുത്തുനിൽപ്പിൽ പണമായും ആയുധമായും സഹായങ്ങൾ എത്തിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക പിന്തുണ നൽകിയിരുന്നത്. റഷ്യയെ തകർക്കാനുള്ള അവസരത്തെ വിനിയോഗിക്കുകയായിരുന്നു അമേരിക്കയും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും. എന്നാൽ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ ഈ സ്ഥിതി മാറിമറിയുകയാണ്. യുക്രൈനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. വിമർശനങ്ങളായും ആക്ഷേപങ്ങളായും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ട്രംപിന്റെ പ്രസ്താവനകൾ യുക്രൈന് മേൽ ഇരുട്ട് വീഴ്ത്തുകയാണോ? ആദ്യം പരോക്ഷമായ പരാമർശങ്ങളായിരുന്നുവെങ്കിലും ഇപ്പോൾ മുഖത്ത് നോക്കിയാണ് യുക്രൈനെതിരായ ട്രംപിന്റെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനം. അടുത്തിടെ നടത്തിയ പ്രസ്താവനയിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്നായിരുന്നു ട്രംപ് വിളിച്ചത്. തിരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ തുടരുന്ന ഏകാധിപതിയാണ് സെലൻസ്കി എന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. എത്രയും പെട്ടെന്ന് സെലൻസ്കി നിലപാടുകൾ മാറ്റിയില്ലെങ്കിൽ യുക്രൈൻ ബാക്കിയുണ്ടാകില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. സെലൻസ്കി യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണെന്നും ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് അദ്ദേഹം മിടുക്ക് കാണിച്ചിട്ടുള്ളത് എന്നുമാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ US ശ്രമിക്കുമ്പോൾ പണം വാങ്ങി യുക്രൈനെ അനന്തമായ സംഘർഷത്തിൽ കുടുക്കിയിടാനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്നും മിയാമിയിൽ നടന്ന ഒരു നിക്ഷേപ ഉച്ചകോടിയിൽ ട്രംപ് ആരോപിച്ചിരുന്നു. വളരെ മോശമായൊരു പണിയാണ് സെലൻസ്കി ചെയ്തു വെച്ചത്. യുദ്ധം കാരണം യുക്രൈൻ തകർന്നു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കാരണവുമില്ലാതെ മരിച്ചു വീണതെന്നും ട്രംപ് പറയുന്നു. വിജയിക്കാൻ കഴിയാത്തൊരു യുദ്ധം യുക്രൈൻ ഒരിക്കലും ആരംഭിക്കേണ്ടിയിരുന്നില്ല. എളിമയുള്ള ഒരു ഹാസ്യനടൻ ജയിക്കാൻ കഴിയാത്ത യുദ്ധത്തിനു വേണ്ടി അമേരിക്കയോട് $350 ബില്യൺ ചെലവഴിക്കാൻ പറയുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. യുക്രൈൻ ഈ പോരാട്ടം തുടരണമെന്ന് തന്നെയാണ് സെലൻസ്കിയുടെ ആഗ്രഹമെന്നും അതുണ്ടാക്കിയേക്കാവുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് പറയുന്നുണ്ട്. US ഫണ്ടുകൾ മുതലെടുത്ത് ഈ യുദ്ധം തുടരാനാകും ഒരുപക്ഷെ സെലൻസ്കി ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു. യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്ന് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സൗദിയിലെ ചർച്ചയ്ക്ക് യുക്രൈനെ ക്ഷണിക്കാത്തതിൽ സെലൻസ്കി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. സെലൻസ്കിക്ക് ജനപ്രീതിയില്ലെന്നും വെറും 4% ആളുകളുടെ പിന്തുണ മാത്രമാണ് ഉള്ളതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയത് റഷ്യ ആണെന്നായിരുന്നു USന്റെ മുൻ നിലപാട്. എന്നാൽ ട്രംപ് വന്നതോടെ ഇത് കീഴ്മേൽ മറിഞ്ഞു. റഷ്യയെ ചെറുത്ത വീരനായകനായി സെലൻസ്കിയെ ആഘോഷിച്ച ബൈഡൻ ഭരണകൂടം എല്ലാ സഹായങ്ങളും യുക്രൈൻ നൽകി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ നൽകിയ സഹായത്തിന് പകരമായി യുക്രൈന്റെ സമ്പത്തിൽ കണ്ണുവെച്ചാണ് ട്രംപിന്റെ നിലവിലെ പോക്ക്. യുദ്ധകാല സഹായത്തിന് പകരമായി $50,000 കോടി വരുന്ന യുക്രൈന്റെ പകുതി ധാതു വിഭവങ്ങൾ നൽകണമെന്ന ആവശ്യം US മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ യുക്രൈൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് സെലൻസ്കി ട്രംപിന്റെ ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത്രയും ഭീമമായ തുകയ്ക്കുള്ള സഹായം ഇതുവരെ US നൽകിയിട്ടില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. 3 വർഷത്തിനിടെ യുക്രൈന് $6,700 കോടി ആയുധങ്ങളും $3,100 കോടി പണമായും US നൽകിയെന്നാണ് പറയുന്നത്. ഇതിനു പകരമായി യുക്രൈനിലെ 50% ധാതു വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശമാണ് ട്രംപിന്റെ ആവശ്യം. റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങളുടെ കുമിളയിലാണ് ട്രംപ് ജീവിക്കുന്നതെന്നായിരുന്നു ആരോപണങ്ങളോടുള്ള സെലൻസ്കിയുടെ പ്രതികരണം. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ യുക്രൈനെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ ട്രംപ് ഭരണകൂടം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് യുക്രൈൻ. 2025 ഫെബ്രുവരി 24 യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തങ്ങളുടെ യുദ്ധശേഷി ലോകത്തോട് വിളിച്ചു പറയുന്ന വിളംബരമായി ഈ യുദ്ധത്തെ കണ്ട റഷ്യയ്ക്ക് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു. സോവിയറ്റ് കാലത്തേതുപോലെ കിഴക്കൻ യൂറോപ്പിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വിശാല റഷ്യ സ്വപ്നം കണ്ടെത്തിയ പുടിന് അമേരിക്കയുടെ പിന്തുണ തടസ്സം സൃഷ്ടിച്ചിരുന്നെങ്കിലും ട്രംപിന്റെ ഇപ്പോഴത്തെ പോക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകുന്നതാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചത് മുതൽ ട്രംപ് അധികാരമേൽക്കും വരെ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് US. യൂറോപ്പിലെ സഖ്യകക്ഷികളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ചേർന്ന് റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ ഭരണകൂടമായിരുന്നു. അങ്ങനെയാണ് ട്രംപിന്റെ നയങ്ങൾ അവതരിക്കുന്നത്. യുക്രൈൻ വിഷയത്തിൽ തെന്നിപ്പോയ റഷ്യ-US ബന്ധം നന്നാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. പുടിന് വിജയം അവകാശപ്പെടാവുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്ന ആശങ്ക യുക്രൈന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ റഷ്യ കൂടുതൽ കരുത്തരാകുമെന്നും ഭാവിയിൽ അത് യൂറോപ്പിന് ഭീഷണിയാകുമെന്നുമാണ് ആശങ്ക. ഈ ആശങ്കകൾ ശരിയാകുമോ? എങ്ങോട്ടാണ് ട്രംപിന്റെ പോക്ക് എന്നെല്ലാം നിരീക്ഷിച്ചു വരികയാണ് ലോകരാഷ്ട്രങ്ങൾ.